ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൊഡ്യൂൾ 2 ആണ്, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. മൊഡ്യൂൾ 2 എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പം കാരണം ഇതിൽ കുറേ റിക്കറിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. 6 വർഷമല്ല, 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് സോൾവ് ചെയ്യുന്നുണ്ട് നമ്മളിതിൽ. ഫസ്റ്റ് വണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കെമിക്കൽ ഹസാർഡ്സിനെ കുറിച്ചാണ്. വാട്ട് ആർ ദ വേരിയസ് കെമിക്കൽ ഹസാർഡ്സ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഹ്യൂമൻസ്? 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കെമിക്കൽ ഹസാർഡ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ടോക്സിക് കെമിക്കൽസ് ഉണ്ട്, കൊറോസീവ്സ്, ഇറിറ്റൻസ്, സെൻസിറ്റൈസേഴ്സ്, കാർസിനോജൻസ് ആൻഡ് മ്യൂട്ടജൻസ്. ടോക്സിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഹാർംഫുൾ വെൻ ഇൻഹേൽഡ്, സോളോഡ് ഓർ അബ്സോർബ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാർംഫുൾ. എക്സാമ്പിൾ എന്താ? കാർബൺ മോണോക്സൈഡ്, ബെൻസീൻ. വാട്ട് ആർ ദ എഫക്ട്സ് ഓൺ ഹ്യൂമൻസ്? പോയിസണിങ്, അതായത് കെമിക്കൽ പോയിസണിങ് ഉണ്ടാവുമല്ലോ. പിന്നെ ഓർഗൻ ഡാമേജ്. കൊറോസീവ്സ് എന്ന് പറഞ്ഞാൽ കൊറോസീവ്സ് ക്യാൻ ഡിസ്ട്രോയ് സ്കിൻ ടിഷ്യൂസ് ഓൺ കോൺടാക്ട്. നമുക്ക് സൾഫ്യൂരിക് ആസിഡ് തന്നെ എടുത്ത് നോക്കാം. അതാണ് സ്ട്രോങ് ആസിഡ്സും ആൽക്കലൈസും കൊറോസീവ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ഡാമേജ് ഓർ ഡിസ്ട്രോയ് സ്കിൻസ് ഓർ ടിഷ്യൂസ് ഓൺ കോൺടാക്ട്. കൊറോസീവ് കാരണം കെമിക്കൽ ബേൺസ് ഉണ്ടാക്കും, ഐ ഡാമേജ് ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ചാൽ മതി, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രയും പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇറിറ്റൻസ് എന്താ? ഇറിറ്റേറ്റ് ചെയ്യും. ഇറ്റ് കോസസ് ഇൻഫ്ലമേഷൻ ഓഫ് ദിസ് ടിഷ്യൂ. ദാറ്റ് ഈസ് വൈ വി ഫീൽ ദറ്റ് ഇറിറ്റേഷൻ. എക്സാമ്പിൾ എന്താ? അമോണിയക്ക് ഭയങ്കര പഞ്ചൻറ്റ് സ്മെല്ലാണ്, അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യും നമുക്കല്ലേ. കഫിങ്, സ്കിൻ, ഐ ഇറിറ്റേഷൻ. സെൻസിറ്റൈസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? റിപ്പീറ്റഡ് എക്സ്പോഷറിൽ അത് നമ്മൾ സെൻസിറ്റീവ് ആവും. ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഐസോസൈനൈറ്റ് ആണെങ്കിൽ ഐസോസൈനൈറ്റിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ അതിലോട്ട് സെൻസിറ്റീവായിട്ട് നമുക്ക് പിന്നെ അലർജിക് റിയാക്ഷൻ ഒക്കെ വരാൻ തുടങ്ങും. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പെയിൻ്റാണ്. ഓക്കെ, പെയിൻറ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അലർജിക് റിയാക്ഷനും സ്കിന്നിൽ റാഷ് ഒക്കെ വരാൻ തുടങ്ങും. ആസ്മ, ഡെർമറ്റൈറ്റിസ് കണ്ട. പിന്നെ കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ക്യാൻസർ കോസിംഗ് ആണ്. കോസസ് ക്യാൻസർ. ആസ്ബെസ്റ്റോസ്, ബെൻസീൻ, ഇറ്റ് കോസസ് ട്യൂമർ ഫോർമേഷൻ. ഞാൻ പറഞ്ഞു, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന നമ്മുടെ ബോഡിയിലുള്ള പ്രോപ്പർട്ടീനെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സെല്ല് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും, കാരണം ആരും നിർത്താനില്ല. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ട്യൂമർ ഫോർമേഷൻ വരും. പിന്നെ മ്യൂട്ടജൻസ് എന്താ ചെയ്യുക? മ്യൂട്ടേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ DNA. ഓക്കെ, DNA ഇതിനെ ഡാമേജ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ആരൊക്കെയാണ് മ്യൂട്ടജൻ? റേഡിയേഷൻ. നമ്മളെ മൊഡ്യൂൾ 5 എന്ന് തോന്നുന്നു. റേഡിയേഷൻ നമ്മളെ കയ്യിലോട്ട് അടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? DNA ഡാമേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ സം സോൾവൻസും എക്സാമ്പിൾസ് ഓഫ് മ്യൂട്ടജൻ. DNA മ്യൂട്ടേഷൻ ആണ് അതിൻ്റെ എഫക്റ്റ്. ടെററ്റോജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എഫക്ട്സ് ഫീറ്റസ് ആണ്. ഓക്കെ, ഹാം ഡെവലപ്പിംഗ് ഫീറ്റസ്. അപ്പം ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡീനെ ഇതുപോലെ ടെറാറ്റജൻസിൻ്റെ ആയിട്ട് കോൺടാക്റ്റ് വന്നാൽ എന്താ സംഭവിക്കുന്നത്? എക്സാമ്പിൾസ് ലൈക്ക് മെർക്കുറി ആൻഡ് ലെഡ്. അപ്പോൾ ലെഡ്, മെർക്കുറി ആയിട്ടുള്ള ടെറാറ്റജൻസിനായിട്ട് കോൺടാക്റ്റ് വന്നാൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഇവർ മെഡിക്കേഷൻ വായിക്കുമ്പോൾ ടെററ്റജോൺ ഇല്ലാത്ത മെഡിക്കേഷൻ തന്നെ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതുകൊണ്ടാണ്. എഫക്ട്സ് ഓൺ ഹ്യൂമൻസ് അല്ലാതെ തന്നെ നമുക്കിവിടെ ഓൾറെഡി എഫക്ട്സ് ഓഫ് ഹ്യൂമൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ജസ്റ്റ് ഒരു ജനറൽ എഫക്ട്സ് ഓൺ ഹ്യൂമൻസ് ആണ് പറയുന്നത്. സ്കിൻ ബേൺസ്, ഡെർമറ്റൈറ്റിസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഐ ഡാമേജ്, ഓർഗൻ ടോക്സിസിറ്റി ഒക്കെ. ലെഡും ബെൻസീനൊക്കെ ക്യാൻ ഡാമേജ് ദ ലിവർ, കിഡ്നീസ് ഓർ നെർവസ് സിസ്റ്റം. പിന്നെ ക്യാൻസർ റിസ്ക് ഉണ്ടാക്കുന്നുണ്ടല്ലേ, റേഡിയേഷൻ. അതെല്ലാം റീപ്രൊഡക്റ്റീവ് ഹാം എന്ന് പറഞ്ഞാൽ ടെററ്റോജൻസ് നമ്മൾ പറഞ്ഞു. ഇമ്മീഡിയറ്റ് പോയിസണിംഗ് എന്ന് പറയുമ്പോൾ ടോക്സിക് കെമിക്കൽസ് ക്യാൻ കോസ് ഇമ്മീഡിയറ്റ് പോയിസണിംഗ്. നൗ മെത്തേഡ്സ് ഓഫ് കൺട്രോളിംഗ് ദിസ് കെമിക്കൽ ഹസാർഡ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഹസാർഡ്സും പറഞ്ഞു, ഇതിൻ്റെ എഫക്ട്സും പറഞ്ഞു. ഹൗ ക്യാൻ വി കൺട്രോൾ ദാറ്റ്? എലിമിനേഷൻ ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഓരോ കെമിക്കൽ ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റീപ്ലേസ് ദ ഡേഞ്ചറസ് കെമിക്കൽസ് വിത്ത് സേഫർ വൺസ് ടു റെഡ്യൂസ് എക്സ്പോഷർ ഫ്രം ദ സോഴ്സ്. എഞ്ചിനീയറിംഗ് കൺട്രോൾസ് എന്താണ്? യൂസ് എക്സോസ്റ്റ് വെന്റിലേഷൻ, ഫ്യൂം ഹുഡ്സ്, ഐസൊലേഷൻ ചേമ്പേഴ്സ് ടു റിമൂവ് ഹസാർഡ്സ് ഫ്രം എയർ. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് എന്തൊക്കെയാണ്? എക്സ്പോഷർ ടൈം ലിമിറ്റ്സ് കുറയ്ക്കുക. പിന്നെ SOP എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ നമ്മൾ എങ്ങനെ ഒരു കെമിക്കൽ ഹസാർഡിനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. കെമിക്കൽ രജിസ്റ്റേഴ്സ് വേണം ടു ഹെൽപ്പ് മാനേജ് റിസ്ക്. സേഫ് സ്റ്റോറേജ് ആൻഡ് ലേബിളിംഗ്. ഓരോ കെമിക്കലിനും കറക്റ്റായിട്ട് ലേബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ സെഗ്രിഗേറ്റ് ദ കെമിക്കൽസ് ആൻഡ് യൂസ് ഹസാർഡ് സിമ്പിൾസ്. മെയിൻറ്റെയിൻ MSGs എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് അല്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, അപ്പം മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കെമിക്കലിൻ്റെയും മെറ്റീരിയൽ എന്താണ്, അത് എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ഡാറ്റ ഷീറ്റാണ്. പിന്നെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പം കെമിക്കലിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് സ്പിൽ ട്രേസ്, സീൽഡ് കണ്ടെയ്നേഴ്സ് ആൻഡ് കറക്റ്റ് ട്രാൻസ്ഫർ ടെക്നിക്സ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡിഫെൻസ്.
gloves, respirator, goggles, aprons protect workers from direct contact. Emergency systems, eye wash stations ഉണ്ടാവും. ഓക്കെ, ഐ വാഷ് സ്റ്റേഷൻസിൽ പോയിട്ട് എന്തെങ്കിലും കെമിക്കൽ നമ്മൾ ഐനായിട്ട് കോൺടാക്ട് വന്നാൽ അവിടെ പോവുക, ഷവർ എടുക്കുക. സ്പിൽ കിറ്റ്സ് റെഡ്യൂസ് ഇഞ്ചറി ഡ്യൂറിങ് ആക്സിഡൻറ്റ്സ്. കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് കെമിക്കൽ റിസ്ക്സ്. എഗെയിൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ, സെയിം സാധനം തന്നെയാണ്. യൂസ് ലെസ് ഹസാർഡസ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. പ്രൊവൈഡ് അഡിക്വേറ്റ് വെന്റിലേഷൻ. മെയിൻറ്റെയിൻ പ്രോപ്പർ ഹൗസ് കീപ്പിംഗ് ടു അവോയ്ഡ് സ്പിൽസ് ഓർ കെമിക്കൽ റെസിഡ്യൂസ്. ട്രെയിൻ ദ വർക്കേഴ്സ് ടു ഓൺ സ്റ്റോറേജ്, ടോക്സിസിറ്റി ആൻഡ് എമർജൻസി പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓൾവേസ് മെയിൻറ്റെയിൻ ദ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. Ensure sealed, labeled containers for all chemicals. Provide protective clothing, PPE. Install emergency alarms and first aid wash station. സെയിം സാധനം തന്നെ വേറെ രീതിയിൽ എഴുതിയേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി കെമിക്കൽ ഹസാർഡ്സ് ഡ്യൂ ടു ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. അപ്പോൾ കെമിക്കൽ ഹസാർഡിൻ്റെ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഡസ്റ്റും ഫ്യൂം കാരണം എങ്ങനെയാണ് കെമിക്കൽ ഹസാർഡ് ഉണ്ടാകുന്നത് നോക്കാം. അപ്പോൾ ഡസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, സോളിഡ് പാർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം കട്ടിങ്, ഗ്രൈൻഡിങ്, ഷേപ്പിംഗ് എക്സെട്ര. ഓക്കെ, അപ്പം അതിനെന്താ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റ് എന്താണ്? ഡസ്റ്റ് കോസസ് ആസ്മ അല്ലേ. കുറേ ഡസ്റ്റ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ശ്വാസം മുട്ടുണ്ടാവും, ആസ്മ. ആൻഡ് ലങ് ഫൈബ്രോസിസ്, അതിനാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. സിലിക്കോസിസ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കും. പിന്നെ LEV, അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് LEV എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ലോക്കൽ എക്സോസ്റ്റ് വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. അതായത് എക്സോസ്റ്റ് വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം ഈ ഡസ്റ്റിനെല്ലാം കളയാൻ വേണ്ടിയിട്ട്. പിന്നെ മാസ്ക് വെച്ചാൽ ഒരു കുറച്ചെങ്കിലും ഡസ്റ്റ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയാൻ പറ്റും. ഫ്യൂംസ് എന്താ? ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ വേപ്പേഴ്സ് കണ്ടൻസിങ് ഇൻ ടു സോളിഡ് പാർട്ടിക്കിൾസ്. മെറ്റൽ വേപ്പേഴ്സ് കണ്ടൻസിങ് ഇൻ ടു സോളിഡ് പാർട്ടിക്കിൾസ് എസ്പെഷ്യലി ഡ്യൂറിങ് വെൽഡിങ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക, അത് പെട്ടെന്ന് അങ്ങ് കൂളാകുമ്പോൾ, കാരണം നമ്മൾ അറ്റ്മോസ്ഫിയർ കൂളായതുകൊണ്ട് പെട്ടെന്ന് കൂളാകുമ്പോൾ അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാസിനെയാണ് ഫ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റൽ ഫ്യൂം ഫീവർ. ഈ ഫ്യൂംസ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? മെറ്റൽ ഫ്യൂം ഫീവർ, റെസ്പിറേറ്ററി ഇറിറ്റേഷൻ. കൺട്രോൾസ് എന്തൊക്കെയാണ്? ഫ്യൂം എക്സ്ട്രാക്ടേഴ്സ്, റെസ്പിറേറ്റേഴ്സ്. അപ്പോൾ എക്സ്ട്രാക്ടേഴ്സ് വെച്ചാൽ ഫ്യൂമിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, റെസ്പിറേറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് ഫ്യൂമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗ്യാസസ് എന്തൊക്കെയാണ്? ഗ്യാസസ് എന്ന് പറയുമ്പോൾ പ്രഷറൈസ്ഡ് ഗ്യാസ് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് വെരി ഹാംഫുൾ അല്ലേ, വന്ന് തട്ടിയാൽ നമുക്ക് ഇഞ്ചറി, ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണമാണ്. പിന്നെ റിലീസ്ഡ് കെമിക്കൽസ്. ഗ്യാസസ് ക്യാൻ ഓൾസോ റിലീസ് കെമിക്കൽസ്. കാർബൺ മോണോക്സൈഡ് മെയിൻ എക്സാമ്പിളാണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒരു മെയിൻ കാരണക്കാരനാണ് കാർബൺ മോണോക്സൈഡ്. പിന്നെ ഗ്യാസസ് കാരണം സഫക്കേഷൻ വരെ ഉണ്ടാവും. പിന്നെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഗ്യാസസിൽ നമ്മളെ എയർ പോലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഡെപ്തിലോട്ട് പോകുമ്പോഴോ ഹൈറ്റിലോട്ട് പോകുമ്പോൾ ബോധക്കെട്ട് വീഴുന്നു, ഡെപ്തിലോട്ട് പോകുമ്പോൾ ഡേഞ്ചർ ആവുന്ന എന്താണ്? നമ്മളെ ഗ്യാസ് അല്ലെങ്കിൽ അവിടെ പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ പ്രഷർ എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഗ്യാസസിൽ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഗ്യാസ് ഡിറ്റക്ടേഴ്സ് വെക്കാം. ഏതൊക്കെയും കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ ഗ്യാസ് ഡിറ്റക്ടർ വെക്കാം. നമ്മളിപ്പോൾ ഒരു കാറിലാണെങ്കിൽ പോലും അതിൽ ഗ്യാസ് ഡിറ്റക്ടർ ഉണ്ട് നമ്മളെ എക്സോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അവിടെ, ഏതൊക്കെ ഗ്യാസാണ് പുറത്ത് വരുന്നതെന്നുള്ളത്. അതല്ലേ നമ്മൾ മറ്റേ പൊല്യൂഷൻ എടുക്കാൻ പോകുമ്പം അവർ നോക്കുന്നത്, വെന്റിലേഷൻ എക്സെട്ര. Additional point, regular air monitoring, it reduces exposure. Wet methods suppress dust at the source. Okay, wet methods എന്താ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളവിടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ ഡസ്റ്റിനെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഡസ്റ്റ് സ്പ്രെഡ് ആവില്ല കൂടുതൽ. നോട്ട്സ് ഓൺ വേപ്പർ, ഫ്യൂംസ്, ഡസ്റ്റ്, ഫോഗ് ആൻഡ് ഗ്യാസസ്. 6 മാർക്കിന് വീണ്ടും ചോദിച്ചേക്കാം. വേപ്പർ എന്താ? നമ്മൾ പറഞ്ഞല്ലേ, വേപ്പർ എന്ന് പറയുന്നത് എന്താ? ഗ്യാസിൻ്റെ ലിക്വിഡ് ഫോമിനെ ഗേഷ്യസ് ഫോമിലോട്ട് ആക്കുന്നതിനാണ് വേപ്പർ എന്ന് പറയുന്നത്. ഗ്യാസ് റിലീസ് ഫ്രം ലിക്വിഡ്സ് ലൈക്ക് സോൾവെൻറ്റ്സ്. അപ്പം സോൾവെൻറ്റ് വേപ്പർ ഫോമിലോട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ സോൾവെൻറ്റ് ഗ്യാസ് ഫോമിലോട്ട് ആകുമ്പോൾ അതിനാണ് നമ്മൾ വേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ് ഈസിലി അല്ലേ. സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പെയിൻ്റ് ആയിക്കോട്ടെ, അത് നമുക്ക് പോലും അറിയാതെ വേപ്പർ ഫോമിലായിട്ട് ഇൻഹെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്ന് ഹീറ്റ് കയറിയിട്ട് ഇൻ കേസ് ഓഫ് വെൽഡിങ് ആൻഡ് പെട്ടെന്ന് തണുക്കുമ്പോൾ മെറ്റൽസ് ഫോം ഫ്രം ഹൈ ഹീറ്റ് പ്രോസസ്സസ് ലൈക്ക് വെൽഡിങ് ഹീറ്റഡ് ആൻഡ് ക്വിക്ക്ലി കൂൾ ഡൗൺ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഫ്യൂം കിട്ടുന്നത്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം, സോളിഡ് പാർട്ടിക്കിൾസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ദ എയർ. ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം കട്ടിങ്, ഗ്രൈൻഡിങ് എക്സെട്ര. ഫോഗ് എന്ന് പറയുമ്പോൾ വെരി ഫൈൻ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് സസ്പെൻഡഡ് ഇൻ എൻ എയർ, ഓൾമോസ്റ്റ് ലൈക്ക് എ മിസ്റ്റ് അല്ലേ. അതായത് എയർ മോളിക്യൂൾസിൻ്റെ കൂടെ തന്നെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഫോഗ് അല്ലേ. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫോഗ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ ലൈക്ക് കെമിക്കൽസ് ആണ് ദാറ്റ് സ്പ്രെഡ് ഈസിലി ഇൻ ഓൾ ഡയറക്ഷൻസ്. എഫക്ട്സ് എന്തൊക്കെയാണ്? ഒരു കോമൺ എഫക്ട്സ് ആണ് ഈ വേപ്പർ, ഫ്യൂംസ്, ഡസ്റ്റ്, ഫോഗ്, ഗ്യാസ് ഒക്കെ വരുമ്പോൾ കോമൺ എഫക്ട്സ് എന്താ? ഇറിറ്റേഷൻ, ലങ് ഡാമേജ്, പോയിസണിങ്. ഓക്കെ, ഇനി ബയോളജിക്കൽ ഹസാർഡാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കെമിക്കൽ ഹസാർഡ്സാണ്. ബയോളജിക്കൽ ഹസാർഡ്സ് എന്താന്ന്
പറഞ്ഞിട്ട് പോകണോ? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ബയോളജിക്കൽ ഏജൻറ്റ്സ് ആസ് ഫോർ 7 മാർക്സ്. അപ്പോൾ ബയോളജിക്കൽ ഹസാർഡ്സ് എന്താണ്? ബയോളജിക്കൽ ഹസാർഡ്സ് ആർ ഹസാർഡ്സ് വിച്ച് ആർ കോസ്ഡ് ബൈ ബയോളജിക്കൽ ഏജൻറ്റ്സ് അല്ലെങ്കിൽ ലിവിങ് ഏജൻറ്റ്സ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രയൻസ് എക്സെട്ര. അപ്പം ഈ ബാക്ടീരിയ അവരന്മാരെല്ലാം ഉണ്ടാക്കുന്ന ഹസാർഡ്സിന് ഇൽനെസ്, ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സംതിങ് ദാറ്റ് ക്യാൻ കോസ് ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചറി. അപ്പോൾ ഇവന്മാരെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? അതാണ് ഇവിടെ പറയുന്നത്. മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ബയോളജിക്കൽ ഏജൻറ്റ്സ്. എഞ്ചിനീയറിംഗ് കൺട്രോൾ, ഹെപ്പ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുക. ഹെപ്പ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ പർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്ററാണ്. ഓക്കെ, പർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റർ, എൻ്റെ ഊഹം ശരിയാണ്. യെസ്, ഹൈ എഫിഷ്യൻസി പർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്ററാണ്. ഇവ എന്താ ചെയ്യുന്നത്? ഒരു നമ്മുടെ ബയോളജിക്കൽ ഏജൻസിനെ ഒരു 99.9% ഇല്ലാണ്ടാക്കും. കറക്റ്റ് പറയുകയാണെങ്കിൽ 99.97%. ഇത് ഓർത്ത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെറ്റോൾ 99.9% എന്ന് പറയില്ലേ, അതുപോലെ ഇവൻ 99.7% ആണ് കേട്ടോ. ഓക്കെ, ഡെറ്റോളിന് ആദ്യം കുറവാണ്. ഹെപ്പ ഫിൽറ്റേഴ്സ് എന്താ ഉപയോഗിക്കുക? ആൻഡ് ബയോസേഫ്റ്റി ക്യാബിനറ്റ്സ് ട്രാപ്പ് എയർബോൺ പാത്തജൻസ്. ഓക്കെ, എയർബോൺ ആയിട്ടുള്ള പാത്തജൻസ് പിന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെപ്പ ഫിൽറ്റേഴ്സും ബയോസേഫ്റ്റി ക്യാബിനറ്റ്സും പൊളിയാണ്. പിന്നെ വെന്റിലേഷൻ, പ്രോപ്പർ എയർ ഫ്ലോ റെഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. യെസ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലാണ് അവിടെ നിൽക്കുന്ന ആളിന് പെട്ടെന്ന് ഇൻഹേൽ ചെയ്താൽ നല്ല എക്സ്പോഷർ വരത്തുള്ളൂ. അത് കാരണം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ അതിനെ ഡൈല്യൂട്ട് ആക്കിയാൽ അത്ര എക്സ്പോസ്ഡ് ആയിരിക്കില്ല വർക്കേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അറിയാമല്ലേ, ഗ്ലൗസ്, മാസ്ക്, ഫേസ് ഷീൽഡ്, പ്രിവെൻറ്റ് ഡയറക്റ്റ് എക്സ്പോഷർ ടു ദ ബയോളജിക്കൽ ഏജൻസ്. വാക്സിനേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെ ചെയ്യുന്നത്? നമുക്കറിയാം, HBV എന്ന ഇതെല്ലാം പ്രിവെൻറ്റ് ഇൻഫെക്ഷൻസ് സച്ച് ആസ് HBV. അപ്പം ഓരോന്ന് നമ്മൾ ഈ കൊച്ചിലെ തൊട്ടെടുക്കുന്ന വാക്സിനേഷൻ എല്ലാം ഇതുപോലെ ബയോളജിക്കൽ ഏജൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ഓൺ ദ സർഫസസ്. നമുക്കറിയാമല്ലേ, കൊറോണ എന്ന് പറയുന്ന വൈറസ് അല്ലേ. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഒരിടത്ത് ആരെങ്കിലും ഒരാൾ എവിടെന്നെങ്കിലും ഇറങ്ങിപ്പോയാൽ അവരെ സ്റ്റെറിലൈസ് ചെയ്യണം, ഡിസിൻഫെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയാൽ അതിനെ ഡിസിൻഫെക്റ്റ് എല്ലാം ചെയ്യണം എന്നെല്ലാം വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ, വെയിലത്ത് വെച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയത്തില്ലേ. അതെ. സേഫ് വേസ്റ്റ് ഡിസ്പോസൽ, ഓട്ടോക്ലേവിംഗ്, ഇൻസിനറേഷൻ ടു ഡിസ്ട്രോയ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഹൈജീൻ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ്, അവോയ്ഡിങ് ഫുഡ് ഇൻ ലാബ് ഏരിയസ് അല്ലേ. ലാബ് ഏരിയസിൽ എന്തൊക്കെ ബയോ ഹസാർഡസ് ഏജൻസാണ് ഉള്ളതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഓക്കെ, ഹൗ ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് ബയോ ഹസാർഡസ് ഏജൻറ്റ്. ഇനി ബയോ ഹസാർഡസ് ഏജൻറ്റ് സ്പ്രെഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ആൻസർ പറഞ്ഞേക്കുന്നതാണല്ലോ. ഐസൊലേറ്റ് കണ്ടാമിനേറ്റഡ് സോൺസ് ടു പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് പാത്തജൻസ്. ഹീപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. ആൻഡ് നെഗറ്റീവ് പ്രഷർ റൂംസ് ഉപയോഗിക്കുക. വെയർ PPE, ഡിസിൻഫെക്ട് ദ സർഫസസ് റെഗുലർലി ടു കിൽ ദ മൈക്രോബ്സ്. ഡിസ്പോസ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് യൂസിങ് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ മെത്തേഡ്. ട്രെയിൻ വർക്കേഴ്സ് ഓൺ ബയോസേഫ്റ്റി പ്രോട്ടോകോൾ. ഇത് നമുക്ക് ഒരു പൊളി പോയിൻ്റാണല്ലേ, തള്ളിവിടാൻ പറ്റുന്ന പോയിൻ്റാണ്. എപ്പോഴും ഒരു അവയർനെസ് എടുക്കുക, എഡ്യൂക്കേറ്റ് ദ വർക്കേഴ്സ്, ട്രെയിൻ വർക്കേഴ്സ് അങ്ങനെയൊക്കെ. പിന്നെ മോണിറ്റർ ഹെൽത്ത് ഓഫ് എക്സ്പോസ്ഡ് വർക്കേഴ്സ്. പിന്നെ റെസ്ട്രിക്റ്റ് അൺഓതറൈസ്ഡ് എൻട്രി ഇൻ ടു ബയോഹസാർഡ്സ് ഏരിയ. അതും ഒരു നല്ല പോയിന്റ്. അതായത് ഹസാർഡുള്ള ഏരിയയിൽ കയറാതെ ഇരുന്നാൽ പോരെ. അപ്പോൾ റെസ്ട്രിക്ട് ദ എൻട്രി ഓഫ് ദ ബയോഹസാർഡ്സ് ഏരിയ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോഹസാർഡ്സ് ഏജൻറ്റ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ആദ്യം പറയേണ്ടത്, കുഴപ്പമില്ല. അപ്പോൾ നമുക്കറിയാം, ബയോഹസാർഡസ് ഏജൻറ്റ്സ് ആർ ദോസ് ഏജൻറ്റ്സ് വിച്ച് ക്യാൻ കോസ് ബയോളജിക്കൽ ഹസാർഡ്സ് അല്ലേ, വിച്ച് ക്യാൻ കോസ് ഇൽനെസ്സസ് ഓർ ഇഞ്ചറീസ് ഓർ ഹസാർഡ്സ് എന്ന് പറയാം. അപ്പോൾ ബാക്ടീരിയ, നമുക്ക് ആദ്യമുള്ളത് ബാക്ടീരിയ, പിന്നെ വൈറസ്, പിന്നെ ഫംഗൈ, പിന്നെ പാരസൈറ്റ്സ്, പിന്നെ പ്രയൻസ്, പിന്നെ ടോക്സിൻസ്. ഇത് നാലുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുന്നത്. മറ്റൊന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്. ഓക്കെ, പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വേണമെങ്കിൽ എഴുതിക്കോ. അപ്പോൾ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. പ്രോകാരിയോട്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അത് ചിലവർ പഠിച്ചിട്ടുണ്ടാവും. പ്രോകാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ട്രൂ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. പിന്നെ യൂകാരിയോട്ട്സ് ഉണ്ട് ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള, അത് വിട്ടേക്ക്. ബാക്ടീരിയ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. എക്സാമ്പിൾ എന്താ? ട്യൂബർകുലോസിസ്, കോളറ എക്സെട്ര. ഇമാരെന്താ ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ കാരണം നമുക്ക് ഈ വരുന്ന ഫീവർ എല്ലാം ഉണ്ടാകുന്നല്ലേ, ഇൻഫെക്ഷൻ. പിന്നെ വൈറസ് എന്താ? വൈറസ് ഒരു പൊളി സാധനമാണല്ലേ. നമ്മളെ കൊറോണ വൈറസ് കാരണം നമുക്ക് ഈ വൈറസ് ഇല്ലാതെ പറ്റത്തില്ല. എവിടെ എല്ലായിടത്തും കയറുന്ന ഈ കേൾക്കുന്ന വൈറസ് എന്നാണ്. അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും, വൈറസ് ഈസ് നോൺ ലിവിങ് ഏജൻ്റാണ്.
അപ്പോൾ പിന്നെ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നോൺ ലിവിങ് ഏജൻറ്റ് വിച്ച് റിക്വയർസ് എ ഹോസ്റ്റ് ടു മൾട്ടിപ്ലൈ. അപ്പം ഈ വൈറസിന് ഒരു ഡി എൻ എ ഉണ്ട്. ഇവൻ നോൺ ലിവിങ്ങാണ്, പക്ഷേ ഇവനൊരു ഡി എൻ ഉണ്ട്. ഈ ഡി എൻ എ നേരെ നമ്മുടെ ബോഡിയിലോട്ട് കയറിയാൽ, വൈറസ് നമ്മുടെ ബോഡിയിലോട്ട് കയറിയാൽ ഇവൻ ആക്റ്റീവ് ആകാൻ തുടങ്ങും. ഓക്കെ, ആക്റ്റീവായിട്ട് എന്താ ചെയ്യുക? ഇവൻ്റെ ഡി എൻ എ വെച്ചിട്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വൈറസ് നോൺ ലിവിങ് ആയിട്ടുള്ള സാധനം ലിവിങ് ആവും നമുക്ക് ഒരു ഹോസ്റ്റിനെ കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആയിരിക്കും. എന്നിട്ട് ആ വൈറസ് സെൽസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ HIV, ഹെപ്പറ്റൈറ്റിസ്. വൈറസ് കോസസ് ഇമ്മ്യൂൺ ഡാമേജ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, അഥവാ WBC സെൽസിനൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കും, പ്ലേറ്റ്ലെറ്റ്സിനെ എല്ലാം. ഫംഗൈ എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂൺ ഡാമേജ് ഒന്ന് ചിന്തിച്ച് നോക്കുക. കൊറോണ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരെ ഈ ഓൾഡ് ഏജ് ആൾക്കാരാണ്. ഓൾഡ് ഏജ് ആൾക്കാർക്ക് ഓൾറെഡി ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര കുറവായിരിക്കും. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വൈറസ് കൂടി കയറിപ്പറ്റിയാൽ എന്താ സംഭവിക്കുക? വൈറസ് കൂടി കയറിപ്പറ്റിയാൽ ഇമ്മ്യൂൺ സിസ്റ്റം ടോട്ടലി ഡാമേജ് ആവും. അപ്പോൾ പിന്നെ അവർക്ക് ഒരു ചെറിയൊരു മുറിവ് വന്നാൽ പോലും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം അതർ ഓർഗാനിസംസ്. ഓക്കെ, അപ്പം പാരസൈറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മലേറിയ എങ്ങനെയാണ്? നമുക്ക് മോസ്കിറ്റോ മലേറിയ നേരെ മോസ്കിറ്റോയിലോട്ട് കയറും. ആ മോസ്കിറ്റോ നേരെ നമ്മളെ കുത്തുമ്പോൾ ആ മലേറിയ നമ്മുടെ അടുത്തോട്ട് വരും. എന്നിട്ട് മലേറിയ കാരണം നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എഫക്റ്റ് എന്തൊക്കെയാണ്? ഓർഗൻ ഡാമേജ്. അടുത്തത് പ്രയൻസ് ആവശ്യമില്ല, മിസ്ഫോൾഡഡ് പ്രോട്ടീൻ ആണെന്ന് ഓർത്താൽ മതി. അതായത് പ്രോട്ടീൻ റോങ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ നമ്മുടെ കയ്യിൽ വരുമ്പോൾ, നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ ആ പ്രോട്ടീൻ മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ എല്ലാം കൂടിയും എടുത്ത് റോങ് ആക്കാൻ തുടങ്ങും. ഓക്കെ, മിസ്ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. അത് നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസിന് മിസ്ഫോൾഡ് ആക്കാൻ തുടങ്ങും. അത് കാരണം ഇപ്പോൾ നേരെ എഫക്റ്റ് ചെയ്യുന്ന ബ്രെയിനിലാണ്. അതുകൊണ്ട് ബ്രെയിൻ ഡാമേജ്, ബ്രെയിനിലുള്ള സെൽസിലുള്ള പ്രോട്ടീൻസിനെ റോങ് ആക്കാൻ തുടങ്ങും, ബ്രെയിൻ ഡാമേജ് വരും. ടോക്സിൻസ് എന്ന് പറയുമ്പം ഇത് നമ്മളെ പ്ലാന്റിന് കിട്ടുന്ന പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ടോക്സിൻസ്. ബൊട്ടുലിനം, അതിൻ്റെ എഫക്റ്റ് പാരാലിസിസ്, അതൊന്നും ആവശ്യമൊന്നുമില്ല. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്തൊക്കെയാണ്? RDNA ഓർഗാനിസംസ് എക്സാമ്പിൾ. ഓക്കെ, ഇത് എന്താ സംഭവിക്കുക? ലാബ് ഹസാർഡ്സ് ആണ് അതിൻ്റെ എഫക്റ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് നാലുമാണ് ഇമ്പോർട്ടൻ്റ്: ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ആൻഡ് പാരസൈറ്റ്. അപ്പോൾ ഇത് നാലും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നോക്കിയാൽ ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പാരസൈറ്റിക് ഏജൻസ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഒരു ഷോർട്ട് നോട്ട്. അപ്പം അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ ബാക്ടീരിയൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം കോസിങ് ട്യൂബർകുലോസിസ്, cholera and typhoid. Okay, it spread through air, water, food or surfaces. It causes fever, ഇൻഫ്ലമേഷൻ ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസ്. ഇങ്ങനെ എഴുതിയാൽ നല്ല രീതിയിലായിരിക്കും. നമ്മൾ ടേബിൾ വൈസ് എഴുതുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് ടേബിൾ വൈസ് ഡിഫറൻഷിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതുന്നത് നല്ലത്, ടേബിൾ വൈസ് അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു 14 മാർക്കിന് ടേബിളായിട്ട് എഴുതിയാൽ ചിലപ്പം അതിൽ നമ്മൾ ആ പേപ്പറിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും. അതിനായിട്ടും നല്ലത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് തള്ളി വിട്ടാൽ മതി. അപ്പോൾ എന്തായാലും മാർക്ക് കൂടുതൽ കിട്ടും. വൈറൽ ഏജൻസ് എന്തൊക്കെയാണ്? വൈറൽ ഏജൻസിന് ഇറ്റ് നീഡ്സ് ഹോസ്റ്റ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ വൈറൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ വൈറസ് എന്ന് തന്നെയാണ്, അത് അതർ വേർഡ് വൈറസ്. അപ്പോൾ ഇറ്റ് നീഡ്സ് എ ഹോസ്റ്റ് ടു ലിവ് ആൻഡ് മൾട്ടിപ്ലൈ. നോൺ ലിവിങ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് എ നോൺ ലിവിങ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾസ്. ഇറ്റ് ക്യാൻ കോസ് ഹെപ്പറ്റൈറ്റിസ്, HIV, ഇൻഫ്ലുവൻസ. ഇറ്റ് സ്പ്രെഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും വൈറസ്. പിന്നെ എയറിൽ കൂടെ സ്പ്രെഡ് ചെയ്യും. ബ്ലഡ് കോൺടാക്റ്റ്, അതായത് നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയൂലേ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്ലഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ സിറിഞ്ച് ഒരേ ആളുടെ ഉപയോഗിച്ച സിറിഞ്ചൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ അയാളുടെ ബോഡിയിൽ നിന്ന് നമ്മളെ ബോഡിയിലോട്ട് വരും. ഓക്കെ, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ഇതുപോലെ ഇനാക്റ്റീവ് ആയിരിക്കുന്ന വൈറസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് പോയിട്ട് ഡിസീസസ് സ്പ്രെഡ് ആവും. പിന്നെ ഈ ഡാമേജ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഓർഗൻസ്. ഫംഗൽ ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മളെ ബ്രെഡിലെല്ലാം വരുന്ന മോൾഡ്, ഈസ്റ്റ് ഒക്കെ ഫംഗൽ ഏജൻസ് ആണ്. ഇറ്റ് ക്യാൻ കോസ് സ്കിൻ ഡിസീസസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇറ്റ് ത്രൈവ് ഇൻ ഡാംപ് എൻവയോൺമെൻറ്റ് അല്ലേ. ഡാംപ് എൻവയോൺമെൻറ്റിലായിരിക്കും, അതായത് മോയ്സ്ചറുള്ള സ്ഥലത്തായിരിക്കും ഫംഗൽ ഏജൻസ് കൂടുതലും കാണുന്നത്. ഇറ്റ് സ്പ്രെഡ് ത്രൂ സ്പോർസ്. പാരസിറ്റിക് ഏജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം അതർ ഓർഗാനിസംസ്. പ്രോട്ടോസോവ, വേംസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പ്രോട്ടോസോവയാണ് മലേറിയ കോസ് ചെയ്യുന്നത്. പ്രോട്ടോസോവ എന്ന പാരസൈറ്റ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. അതായത് പ്രോട്ടോസോവ എന്ന വൈറസാണ് പ്രോട്ടോസോവ എന്ന വൈറസാണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സ്പ്രെഡ് വയ ഇൻസെക്ട്,
ഫുഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ. ഡാമേജ് ഓർഗൻസ് ആൻഡ് വീക്കൺ ഇമ്മ്യൂണിറ്റി. നമ്മളെ വൈറസിനെ പോലെ തന്നെ ഇതും വീക്കൺ ഇമ്മ്യൂണിറ്റി ആൻഡ് ഡാമേജ് ഓർഗൻസ്. ഇനി ഗ്രൂപ്പ് 3 നോയ്സ് പൊല്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, ഇതിലാകെ 3 ടോപ്പിക്കാണുള്ളൂ. ബയോ ഹസാർഡ്സ് ഏജൻറ്റ്, പിന്നെ നമ്മളെ കെമിക്കൽ ഹസാർഡ്സ്, പിന്നെ നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷനെ കുറിച്ച് എന്താ എളുപ്പം, അൺവാണ്ടഡ് സൗണ്ടാണ് നോയ്സ് പൊല്യൂഷൻ. എഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്, അത് 6-7 മാർക്കിനെ ചോദിച്ച് എഴുതാനുള്ളതുണ്ട്. കോസസ് പാർഷ്യൽ അല്ലെങ്കിൽ പെർമനൻറ്റ് ഹിയറിംഗ് ലോസ്, ഇതൊക്കെ നമുക്ക് ആർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഡ്സ് ടു സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, അതന്നെ അവിടെ അപ്പുറത്ത് പാർട്ടി നടക്കുകയാണെങ്കിൽ ഇവിടെ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ആൻഡ് ഫെറ്റീഗ്, ഇൻക്രീസസ് സ്ട്രെസ്, ഇറിറ്റേഷൻ ആൻഡ് ആങ്സൈറ്റി. അല്ലേ, ഭയങ്കര നോയ്സ് ആണെങ്കിൽ എന്താണ് നമുക്ക് നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കാരണം സ്ട്രെസ് ഉണ്ടാവും, ഇറിറ്റേഷൻ ആയിരിക്കും, ആങ്സൈറ്റി ഉണ്ടാവും. റൈസസ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. അല്ലേ, നിങ്ങളിപ്പോൾ ഒരു ഹോസ്റ്റലിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അപ്പുറത്ത് നല്ല നോയ്സ് ആണെങ്കിൽ എന്താ പ്രശ്നം, അത് എന്താണ് നോയ്സ് ആണെങ്കിൽ അയ്യോ ഞാൻ ഒന്നും പഠിച്ചില്ല, അതിപ്പോൾ നിങ്ങൾ എന്താണ് അപ്പുറത്ത് നോയ്സ് ഉണ്ടാകണമെന്നില്ല എന്ന് തോന്നുന്നല്ലേ, അല്ലാതെ തന്നെ വരും. പിന്നെ അത് കാരണം ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി കാരണം എന്താണ് ബ്ലഡ് പ്രഷർ കൂടും, ബ്ലഡ് പ്രഷർ കാരണം ബ്ലഡ് പ്രഷറും കൂടും, ഹാർട്ട് റേറ്റും കൂടും. അല്ലേ, ഇതെല്ലാം നമുക്ക് ലിങ്ക് ചെയ്ത് വെക്കാം. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇറ്റ് റേസസ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്, ഇറ്റ് റെഡ്യൂസസ് കോൺസെൻട്രേഷൻ ആൻഡ് വർക്ക് പെർഫോമൻസ്. ഫുൾ ലിങ്ക്ഡ് ആണല്ലേ. അപ്പോൾ നോയ്സിന് നമുക്ക് ഹിയറിംഗ് ലോസ് പറ്റും. പിന്നെ നിങ്ങൾ തന്നെ ഒന്ന് ജീവിതം ആലോചിച്ചാൽ മതി, ബാക്കി എല്ലാ പോയിൻറ്റ്സും കിട്ടും. ഇറ്റ് കോസസ് ഹെഡ് ഏക്സ് ആൻഡ് മെൻ്റൽ സ്ട്രെയിൻ. ലോങ് ടൈം എക്സ്പോഷർ ലീഡ്സ് ടു കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്. സോഴ്സസ് ഓഫ് നോയ്സ് പൊല്യൂഷൻ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന്. ഓക്കെ, മെഷീനറിന് നോയ്സ് പൊല്യൂഷൻ വരും. കംപ്രസർ, ജനറേറ്റർ, ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും അല്ലേ ഈ ഗിയറെല്ലാം മെഷ് ചെയ്യുമ്പോൾ. വെഹിക്കിൾസ് ആൻഡ് ട്രാഫിക്സ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് നോയ്സ് വരും. ഇൻഡസ്ട്രിയൽ പ്രോസസ് ലൈക്ക് കട്ടിങ് ആൻഡ് വെൽഡിങ്ങിന് നോയ്സ് വരും. ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പം സൈലൻസേഴ്സ് ഉപയോഗിക്കാം. ഇപ്പം വെഹിക്കിളിലാണെങ്കിൽ നമുക്ക് സൈലൻസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഈ സൈലൻസർ എടുത്ത് കളയുമ്പോഴാണ് നമ്മൾ മറ്റേ ബൈക്കിൽ കൂടെ പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബൈക്കിലെ എക്സോസ്റ്റ് സിസ്റ്റം എല്ലാം എടുത്ത് കളയും. അപ്പോൾ ഇതിലുള്ള സൈലൻസറങ്ങ് എടുത്ത് കളയാണ്, അതാണ് ഭയങ്കര ശബ്ദമെല്ലാം വരുന്നത്. ആൻഡ് അക്കൂസ്റ്റിക് ബാരിയേഴ്സ് പ്രൊവൈഡ് ഇയർ പ്ലഗ്സ് ആൻഡ് ഇയർ മഫ്സ്. ഓക്കെ, provide earplugs and ear muffs to control the noise. Maintain machines to reduce noise. മെഷീനിൽ ഇപ്പം എന്തെങ്കിലും വേറെ ടയർ, ഗിയർ തമ്മിൽ വേറെ ടയർ ഉണ്ടെങ്കിലൊക്കെ ശബ്ദം ഭയങ്കര കൂടുതൽ. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രോപ്പർ ലൂബ്രിക്കേഷൻ എല്ലാം കൊടുത്താൽ ശബ്ദത്തിനെല്ലാം നമുക്ക് ഒരുവിധം ഒഴിവാക്കാൻ പറ്റും. റൊട്ടേറ്റ് വർക്കേഴ്സ് ടു റെഡ്യൂസ് എക്സ്പോഷർ ടൈം. അല്ലേ, ഇനി നോയ്സ് അത് എന്താണ്, നമുക്ക് നോയ്സിനെ മാറ്റാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, ആൾക്കാരെ മാറ്റാം. ഒരു വർക്കറിന് ഷിഫ്റ്റ് ആയിട്ട് എന്താണ് വർക്കേഴ്സിന് വിടാം. അതാകുമ്പോൾ ഒരാളുടെ എക്സ്പോഷർ ടൈം കുറയും. നോയ്സ് പൊല്യൂഷൻ, അതിൻ്റെ കോസസ്, എഫക്ട്സ്, കൺട്രോൾസ് വീണ്ടും 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കോസസ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ, എഞ്ചിന്, ട്രാഫിക്, മെഷീന്, കൺസ്ട്രക്ഷൻ, ലൗഡ് സ്പീക്കേഴ്സ്, അതെല്ലാം അതിൻ്റെ കോസ്, നോയ്സിൻ്റെ കോസ്. എഫക്റ്റ് എന്താ, ഹിയറിംഗ് ലോസ്, സ്ട്രെസ്, ഫാറ്റിഗ്, സ്ലീപ്പ് പ്രോബ്ലംസ്, ഹാർട്ട് സ്ട്രെയിൻ, ഹെഡ് ഏക്ക്. കൺട്രോൾ എന്താ, സൈലൻസേഴ്സ്, PPE, സോണിംഗ് ലോസ്, വെജിറ്റേഷൻ ബഫേഴ്സ്, എൻക്ലോഷേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ്. നോയ്സ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ വീണ്ടും 14 മാർക്കിന് ചോദിക്കുക. അപ്പം നോയ്സ് ആകെ 3 ടോപ്പിക്കുകളുണ്ട്, ഈ ടോപ്പിക്കിന് തന്നെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പം CPCB നോയ്സ് ലിമിറ്റ്സ് ഫോർ ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താ ചെയ്യുക, അവന്മാർ ഓരോ ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ സോണിന്. ഓക്കെ, അതിന് മുകളിൽ പോകാൻ പാടില്ല. നമ്മൾ അറിയാം നോയ്സ് അളക്കുന്ന എന്തിലാണ്, ഡെസിബിൾസിലാണ്. ഓക്കെ, ഡെസിമൽസ് ലോഗരിതമിക്കായിട്ടാണ് വേരി ചെയ്യുന്നത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പം വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു 100 ഡെസിമലും 120 ഡെസിമലും തമ്മിൽ 20 ഡിഫറൻസ് ഉണ്ടെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മളിവിടെ 20യും 40യും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും 20ആണ് ഡിഫറൻസ്. പക്ഷേ 20 ഡെസിബലും 40 ഡെസിബലും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ 100 ഡെസിബലും 120 ഡെസിബലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ടൈം റെസ്ട്രിക്ഷൻസ് ഫോർ ലൗഡ് സ്പീക്കേഴ്സ്, യൂസ് ഓഫ് സൈലൻസേഴ്സ്, നോയ്സ് ബാരിയേഴ്സ്, എൻക്ലോഷേഴ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ലൈക്ക് ഇയർ മഫ്സ്. അതൊക്കെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നോയ്സ്, ഇയർ പ്ലഗ്, ഇയർ മഫ്സ് എല്ലാം വെക്കുമ്പം നോയ്സ് കുറയ്ക്കാൻ സാധിക്കും. അവയർനെസ് ആൻഡ് ട്രെയിനിങ്, നമ്മുടെ മറ്റേ പോയിൻറ്റ്, റെഗുലർ നോയ്സ് മോണിറ്ററിങ്, ഓരോ പ്രാവശ്യം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക നോയ്സ് കൂടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, യെസ്, നമ്മളങ്ങനെ 3 മാർക്ക് ക്വസ്റ്റ്യനിലോട്ടെത്തി. 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ കെമിക്കൽ ഹസാർഡ്സ്. കെമിക്കൽ ഹസാർഡ്സ് എന്താ, ഹസാർഡ്സ് ദീസ് ആർ ഹാംഫുൾ കെമിക്കൽസ് ദാറ്റ് കോസ് ഇഞ്ചറി ഓർ ഇൽനെസ്സസ്. എന്തൊക്കെയാണ്, ഇൻക്ലൂഡ്സ് ടോക്സിക്, കൊറോസീവ്, ഇറിറ്റൻറ്റ്, സെൻസിറ്റൈസേഴ്സ്, അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഫൗണ്ട് ഇൻ ക്ലീനിങ് ഏജൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, ഗ്യാസസ്, പെയിൻസ്, സോൾവെൻറ്റ്സ് എക്സെട്ര. ഇറ്റ് കോസസ് ബേൺസ്, പോയ്സണിങ് ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസ്.
കെമിക്കൽ ഹസാർഡ് കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാണ്? നമുക്ക് PPE യൂസേജ് ഉപയോഗിക്കുക, PPEൻ്റെ യൂസേജ്, വെൻറ്റിലേഷൻ, പ്രോപ്പർ വെൻറ്റിലേഷൻ, LEV എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ലോക്കൽ എക്സോസ്റ്റ് വെൻറ്റിലേഷൻ, പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ലേബലിംഗ്, MSDS, സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് സേഫർ കെമിക്കൽ. ഇത് നമ്മളൊരു വലിയ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച് അല്ലേ. ഡിഫൈൻ നോയ്സ്. നോയ്സ് ഇസ് ദ അൺവാണ്ടഡ് സൗണ്ട് ദാറ്റ് ഡിസ്റ്റർബ്സ് ഹെൽത്ത്. ഇറ്റ് കോസസ് ഹിയറിംഗ് ലോസ്. പിന്നെ നമുക്ക് അറിയാവുന്ന ആങ്സൈറ്റി, സ്ട്രെസ്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഇറ്റ് ക്രിയേറ്റ്സ് സ്ട്രെസ് ആൻഡ് ഹെഡ് ഏക്ക്. ഇറ്റ് റെഡ്യൂസസ് കോൺസെൻട്രേഷൻ. ഇനി അടുത്തത് ബയോളജിക്കൽ ഏജൻസ്. ബയോളജിക്കൽ ഏജൻസ് എന്തൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്. ഓക്കെ, ഇത് 3 മാർക്കിനാണെങ്കിൽ നിങ്ങൾക്കൊരു 3 to 5 പോയിൻറ്റ്സ് എഴുതാം കേട്ടോ. ബാക്ടീരിയ എങ്ങനെയാണ്? സിംഗിൾ സെൽഡ് ഓർഗാനിസം. വൈറസ് എന്ന് പറയുമ്പം നോൺ ലിവിങ് ആണ്, പക്ഷേ ഇൻഫെക്ഷ്യസ് ആണ്. ഫംഗൈ നമ്മളെ ബീസ്റ്റിലുള്ള മോൾഡ്, അതൊക്കെ. പാരസൈറ്റ്സ്, ഇത് വെറ്റ് സർഫസിലാണ് കാണുന്നത്. പാരസൈറ്റ്സ് ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം അതർ ഓർഗാനിസംസ്. ഓക്കെ, ഇതെല്ലാം ബയോളജിക്കൽ ഏജൻസ് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? സ്പ്രെഡ് ത്രൂ എയർ, വാട്ടർ, അല്ലെങ്കിൽ കോൺടാക്റ്റ്. ഓക്കെ, കോൺടാക്റ്റ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അത് എല്ലാം സ്പെസിഫിക് ആണല്ലേ. ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം വൈറസിലൊക്കെ വരുന്നത് സ്പെസിഫിക് ആയിട്ടാണ്. പക്ഷേ ഇത് ത്രൂ എയർ, വാട്ടർ ആൻഡ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഇവന്മാരെല്ലാവരും റൂട്ടിൽ കൂടെ വരും. കോസസ് ഇൻഫെക്ഷൻ ആൻഡ് ഓർഗൻ ഡാമേജ്. എല്ലാത്തിലും ജനറലായിട്ട് നമുക്ക് അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജിക്കൽ ഏജൻറ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ആ ഒരു ലോങ് ആൻസർ പഠിച്ചാൽ വൈറസ് എന്താ കോസ് ചെയ്യുന്നത്, ഫംഗൈ എങ്ങനെ കോസ് ചെയ്യുന്നത്, എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, പാരസൈറ്റ് എങ്ങനെ കോസ് ചെയ്യുന്നത്, അങ്ങനെ പറയാം. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഹസാർഡ്? ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു സംഭവമാണ്, ലോങ് ആൻസറോ ഷോർട്ട് ആൻസറോ. കാരണം ഈ ഒരു സംഭവം നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാം പഠിച്ചു വെച്ചു അല്ലേ. പിന്നെ ആ നോയ്സും കൂടി ഒന്ന് നോക്കിയാൽ മതി. കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോൺ ലിവിങ് സബ്സ്റ്റൻസസ് ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ബയോ ഉണ്ടല്ലേ, ലിവിങ് ഓർഗാനിസംസാണ്. അപ്പം കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് സബ്സ്റ്റൻസസ് കാരണമാണ് ഉണ്ടാകുന്നത്. ഇറ്റ് കോസസ് ബേൺസ് ആൻഡ് പോയിസണിങ്. ഇവന്മാരെന്താ ചെയ്യുന്നത്? കോസ് ഇൻഫെക്ഷൻ അല്ലേ. ഈ ലിവിങ് ഓർഗാനിസംസ് കോസ് ഇൻഫെക്ഷൻ. ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റോറേജ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് കൺട്രോൾ ബൈ ഹൈജീൻ, ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോ ഹസാർഡിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഡിസിൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ, പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിക്കുക, വാക്സിനേഷൻ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. അടുത്ത വാട്ട് ഈസ് എ ബയോളജിക്കൽ ഹസാർഡ്? ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ത്രെറ്റ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് തരുന്ന ഒരു ഗിഫ്റ്റാണ് ബയോളജിക്കൽ ഹസാർഡ്സ്. ഓക്കെ, ഗിഫ്റ്റ് എന്നൊന്നും കയറി എഴുതി വെക്കല്ലോ കേട്ടോ. കോസസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ബയോളജിക്കൽ ഹസാർഡ്സ് ആർ ഹസാർഡ്സ് വിച്ച് ആർ കോസ് ഫ്രം കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ആൻഡ് കോസസ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. കഴിഞ്ഞു. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, എക്സെട്ര. ഓക്കെ, പിന്നെ അതിൻ്റെ കോസസ് എന്താണ്, ഓരോന്നും എന്താണ് കോസ് ചെയ്യുന്നതും ഓരോന്നിൻ്റെയും കൺട്രോൾ മെത്തേഡ്സും എഴുതി വെച്ചാൽ 3 അല്ല 5 മാർക്ക് കിട്ടത്തില്ല, കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. ഓക്കെ, പിന്നെ ഡിഫൈൻ ഫ്യൂംസ് ആൻഡ് ഫോഗ്. ഫ്യൂം എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്യുമ്പം വരുന്ന സംഭവമാണ് ഫ്യൂം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടൈനി സോളിഡ് പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരും. നമ്മൾ ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് മെയിൻലി ഫ്യൂംസ് വരുന്നത്. മെറ്റൽ പാർട്ടിക്കിൾസ് കണ്ട, വെൽഡിംഗ് ചെയ്യുമ്പോൾ എന്താ മെറ്റൽ ഫ്യൂസ് ചെയ്ത് ജോയിൻ ചെയ്യല്ലേ. അപ്പോൾ മെറ്റൽ പാർട്ടിക്കിൾസ് ആർ ഫോം ഡ്യൂറിങ് വെൽഡിംഗ്. ഇതെല്ലാം കൂടി എയറിൽ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴാണ് നമ്മൾ ഫ്യൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോഗ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആണ് സസ്പെൻഡഡ് ഇൻ എയർ. ഡിഫൈൻ ഡസ്റ്റും ഫോഗും പറയുന്നത്. ഫോഗ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ് സസ്പെൻഡഡ് ഇൻ എയർ. ഡസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് എയർബോൺ പാർട്ടിക്കിൾസ്. ഓക്കെ, അതാണ് ഡസ്റ്റും ഫോഗും തമ്മിലുള്ള വ്യത്യാസം. മെയിൻ ഡിഫറൻസ് ഒരെണ്ണം സോളിഡ്, ഒരെണ്ണം ലിക്വിഡ്. പിന്നെ വാട്ട് ഈസ് ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് നോയ്സ്? നോയ്സിൻ്റെ ഹാംഫുൾ എഫക്റ്റ് എന്താ? ഇത് നമ്മൾ കേട്ട് മടുത്തല്ലേ. ഹിയറിംഗ് ലോസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഇറിറ്റേഷൻ. ക്ലാസിഫൈ ബയോ ഹസാർഡ്സ് ഏജൻസ്. എന്താ? ബാക്ടീരിയ എന്താണെന്നറിയാം. വൈറസ് എന്താണെന്നറിയാം. വൈറസ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷ്യസ് ഏജൻറ്റാണ്. ഫംഗൈ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഫംഗൈ എന്താ? വൈറസ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റാണ്. ഫംഗൈയിൽ നമുക്ക് മറ്റേ ഈസ്റ്റ് മോൾഡൊക്കെ വരുന്നത് വെറ്റ് സർഫേസിൽ കാണുന്നതാണ് ഫംഗൈ. വെറ്റ് സർഫേസിലുണ്ടാകുമ്പോൾ ഫംഗൈന് ലീവ് ചെയ്യാൻ എളുപ്പമാണ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം അതർ ഓർഗാനിസംസ് അല്ലേ. പാരസൈറ്റ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? പ്രോട്ടോസോവ വിച്ച് കോസസ് മലേറിയ. ഓക്കെ, ഇതെങ്ങനെ മലേറിയ നമ്മൾ വരുന്നത്? ഈ പ്രോട്ടോസോവ ആദ്യം നമ്മളെ മോസ്കിറ്റോയിലുണ്ടാകും. ആ മോസ്കിറ്റോയിൽ നേരെ നമ്മളെ മോസ്കിറ്റോ കുത്തുമ്പോൾ നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് വരും. അങ്ങനെ മലേറിയ നമുക്ക് കിട്ടും. വാട്ട് ആർ ബയോളജിക്കൽ ഹസാർഡ്സ്? മെൻഷൻ ദ ടൈപ്സ് ഓഫ് ബയോളജിക്കൽ ഹസാർഡ്സ്. ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കറിയാം, ബയോളജിക്കൽ ഹസാർഡ്സ് ആർ ദോസ് ഹസാർഡ്സ് വിച്ച് ആർ കോസ്ഡ് ബൈ ലിവിങ് ഏജൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻസ്. ഓക്കെ, എക്സാമ്പിൾസ്
ഡീസ് ആർ ഡേഞ്ചറസ് മൈക്രോ ഓർഗാനിസംസ് ആണ് വിച്ച് കോസ് ഇൻഫെക്ഷൻ എന്നും പറയാം. ഇതിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്. ഇതാണ് മെയിൻ ടൈപ്പ്. ഒക്കെ മറ്റത് എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏത് മൊഡ്യൂളാണ്? മൊഡ്യൂൾ 2.